ഹായ്, ഇന്ന് നമ്മൾ പച്ചടി ഉണ്ടാക്കാനാണ് പോകണേ കേട്ടോ. സദ്യക്കൊക്കെ കിട്ടില്ലേ നമുക്ക് പച്ചടി, അതൊന്ന് പരീക്ഷിച്ച് നോക്കാം. അതിന് 2 തക്കാളി, 2 സവാള, പച്ചമുളക്, പിന്നെ അതിലേക്ക് വേണ്ടത് നാളികേരം ചിരവീത്, 1 മുറി നാളികേരം ചിരവീത് കേട്ടോ. പിന്നെ കടുക് 2 ടീസ്പൂണാണ് വേണ്ടത്. അത് ഞാൻ അളവ് അരയ്ക്കുമ്പോൾ കാണിക്കാം. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. പച്ചടിയിലേക്കുള്ള നാളികേരം 1 മുറി ചിരവീത്, പിന്നെ കടുക് കേട്ടോ. കടുക് ഇത്തിരി മുന്തി നിൽക്കണം, കാരണം പച്ചടിയിൽ കടുകിൻ്റെ അതല്ലേ കൂടുതൽ വേണ്ടത്. ഒരു 1.5 ടീസ്പൂണ് കടുക്, ഒരു 4 പച്ചമുളക്, നമ്മുടെ മുമ്പത്തെ കേട്ടോ. മുമ്പത്തേന്ന് പറഞ്ഞാൽ മുന്നേ വീഡിയോ കാണിച്ചില്ല, അതാ നമ്മൾ നാളികേരം നല്ല പോലെ നാളികേരം, കടുക്, പച്ചമുളക് കേട്ടോ, അത് കൂടി അരച്ച് വെണ്ണ പോലെ അരച്ചതാണ് കേട്ടോ അത്. ബാക്കി നമുക്ക് കാണാം. 2 തക്കാളി, സവാളയും കുഞ്ഞ് പീസാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് പുളി അധികം ഇല്ലാത്ത തൈര് വേണം. അതിൻ്റെ അളവ് ഞാൻ കാണിക്കാം. നമുക്കിതിൽ കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ. ഉപ്പ് ചേർത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂണൊന്നും വേണ്ട, അത്രയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിത് വാട്ടണത്. അധികം വേവാനൊന്നും പാടില്ല, വെന്തില്ല എന്നുള്ള രീതിയിലാണ് ആവാൻ പാടുള്ളൂ. നമ്മൾ കഴിക്കുമ്പോൾ പച്ച കടിക്കാനും പാടില്ല, അതുപോലത്തെ വേവ് കേട്ടോ. നമ്മളിത് തക്കാളിയും സവാളയും വാടി കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് കടുക്, നാളികേരം, പച്ചമുളക് കൂടി അരച്ചത് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. നാളികേരം ചേർത്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂണ് നേരത്തെ കാണിച്ച തൈര് ഒഴിക്കണം. തൈര് ഇതാ, കലക്കാനൊന്നും പാടില്ല, കട്ട തൈര് തന്നെ വേണം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഇത്. ഇതാ 3 ടീസ്പൂൺ, 2 ടീസ്പൂൺ കൊണ്ട് ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇളക്കാം. നമുക്കിതാ നമ്മുടെ ഇത് റെഡി ആയിട്ട് കേട്ടോ, പച്ചടി റെഡി ആയിട്ട്. നമുക്ക് ഇതിലേക്ക് ഇനി കടുക് പൊട്ടിക്കാം. നമ്മുടെ കടുകൊക്കെയും പൊട്ടിയിട്ട് നമുക്കതെടുത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പച്ചടി തയ്യാറായിട്ടുണ്ട് കേട്ടോ. പച്ചടി തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ.